അപ്പത്തിനും ഇടിയപ്പത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു കുക്കർ വെച്ച് കുക്കറിലേക്ക് 2 മീഡിയം സൈസ് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും ഇതുപോലെ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഒരു വലിയ സബോള ഇതുപോലെ ചതുര കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ട് അതും ഇടാം. പിന്നെ ഒരു 5-8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി. അതും കൂടി ഇട്ട് കൊടുക്കാം. 2 എരിവുള്ള പച്ചമുളക് അത് ഇതുപോലെ മുറിച്ചിടാം. പിന്നെ ഇതിലേക്ക് ഒരു 10-15 കുരുമുളകും 2 ഏലക്കായും 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒന്ന് ചതച്ചിടാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കത്ത രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 വിസിലോ 3 വിസിലോ കൽപ്പിച്ച് നല്ലതുപോലെ ഒന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് എടുക്കാം.